അവകാശികളെല്ലാവരും ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി വസ്തു കൈമാറ്റമാവാം. ഈ കൈമാറുന്നത് ഒരു വസ്തുവിന്റെ പ്രമാണമല്ല, ഞങ്ങളുടെ അപ്പന്റെ പ്രാണന. ഈ മണ്ണിൽ വിതച്ചതൊന്നും 100 മേനി കൊയ്യാതെ പോയിട്ടില്ല. ஆண்டவா பழனி முருகா. இல்ல சார், அப்பாவும் மக்களும் சின்ன மக்களும் பிராணன் சமம் உண்டாக்கி எடுத்த ഈ சொத்து கண்டிப்பா இங்கத்தான் இது போல காணும். அதுவும் 100க்கு 100 மேனி விளைஞ்சுதான் காணும். இது வாங்குறதுக்கு சரியாய உணர் நான் இல்லை, நான் வெறும் பினாமி. அந்த பெரிய ஆளு தோ வராரு. ജീവിച്ചിരിക്കുമ്പോ ജരാനരകൾ ബാധിക്കും, അത് സ്വാഭാവികം. പക്ഷേ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും നരബാധിച്ചു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറയാം. പണ്ട് ഊരിതന്റെ ഈ മുറ്റത്ത് കയറി വന്നൊരു നാടകക്കാരനാ, പേര് ദാവീദ്. வாங்க சார் வாங்க. முதல்ல இந்த பிரமாணம். പ്രമാണം വടക്കം വീട്ടിൽ തറവാടിന്റെ പ്രതാപവും പ്രമാണവും കണ്ടിട്ടല്ല പണ്ടും ഞാനിവിടെ കയറി വന്നത്. ഇപ്പോഴും അതല്ല, എനിക്കതൊട്ട് വേണ്ടതാണ്. പണ്ട് ഇവിടുത്തെ പടിപ്പുരയ്ക്ക് കീഴേ എനിക്കൊരിടം തന്നെ വടക്കം വീട്ടിൽ കൊച്ചൌസേപ്പ് എന്ന വലിയ മനുഷ്യൻ ചോരയും വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ഈ മണ്ണ് എനിക്ക് വേണ്ട. അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും മാത്രം വളർന്ന ഒരുത്തനുണ്ടിവിടെ. ഈ ഊരുതണ്ടിയുടെ ചോരയില് ഈ തറവാട്ടിലെ തന്തയ്ക്ക് പറഞ്ഞതല്ല, അമ്മയ്ക്ക് പറഞ്ഞൊരു മകൻ. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിച്ചതും. പുതിയച്ച, ഉള്ളം കൈ വേർക്കില്ലെങ്കില് ആ കയ്യിലിരിക്കുന്ന പ്രമാണം അവനും കൊടുത്തേക്ക്. ദാവീദേ, എന്നോട് വേണ്ട. പ്രതാപത്തിന്റെ അഹങ്കാരം കൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു മണിമാളികയും ആകാശത്തോളം ഉയർന്നിട്ടില്ലടോ. എന്നും നന്മയുടെ ആ ആകാശം കൈവെള്ള കൊണ്ട് തൊട്ടത് കലാകാരനാ. വാളുകൊണ്ട് ഒരു തല കൊയ്യാനാവും, പക്ഷെ വാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാ. അതുകൊണ്ടായിരിക്കും അന്നെന്നെ മണ്ണിട്ട് മൂടാൻ നീലകണ്ഠന്റെ കയ്യിൽ നിങ്ങളൊരു കൊടുവാള് കൊടുത്തു വിട്ടപ്പോ അവനതിന് പറ്റാതെ പോയത്. ഞാൻ കാരണം മുറിവേറ്റൊരു മനസ്സുണ്ട് ഇവിടെ. ആ മുറിവുണക്കാൻ മരുന്നായിട്ട് ഇനി ഒരു വാക്കേ ബാക്കിയുള്ളൂ. മാപ്പ്. കത്രീനെ, എനിക്ക് വേണ്ടി കരയാൻ ഇനിയും കണ്ണീര് ബാക്കിയുണ്ടോ നിനക്ക്? ഒരു സ്വപ്നമാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ദേശാടന പക്ഷികൾ അങ്ങനെയാടി. ഏതോ ദേശത്ത് ഏതോ ജില്ലയിൽ കൂടുവയ്ക്കും. പിന്നെ
രാവും പകലും കടലുകൾ താണ്ടി ആ കൂട്ടിലേക്ക് പറന്നെത്തുന്നത് അവരുടെ മക്കളായിരിക്കും. ലക്ഷ്യത്തിലെത്തും മുമ്പേ ചിറകൊടിഞ്ഞു പോയ ഈ ദേശാടന പക്ഷിക്ക് പണ്ടുവെച്ച ചില്ലയിലെ കൂട്ടിലേക്ക് പറന്നെത്താൻ നീ ഒരു മോനെ തന്നു. അപ്പന്റെ വഴികാട്ടിയായ എന്റെ കുട്ടിക്കുറുപ്പൻ നിന്റെ താന്തോന്നി. ആശാനെ ഓവറാക്കല്ലേ. ആശാനേന്നോ? അപ്പാന്ന് വിളിയടാ താന്തോന്നി. അമ്മച്ചേ, ഇനി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും വേണ്ടതല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോവാ. നിനക്ക് നോവില്ലെന്നറിയാം. എന്നാലും ഇത്രയും കാലം ഈ പാവ അമ്മച്ചോട് ഇത് മറച്ചു വെച്ചില്ലേ, അതിന് ഇതൊരെണ്ണം നല്ലതാ. ഇപ്പൊ സന്തോഷമായല്ലോ എന്റെ മോനെ. സന്തോഷം. അങ്ങനെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ.